ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ ഈ അടുത്ത കാലത്തായി നല്ല ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എടക്കാനം വ്യൂ പോയിന്റ് തേടിയെത്തിയതാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇറങ്ങി വന്ന റോഡാണ് ഈ നേരെ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വ്യൂ പോയിന്റിലേക്കൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല, അടച്ചിട്ടാണ് ഉള്ളത്, പുഴയിൽ നിറയെ വെള്ളമുള്ളതുകൊണ്ട് അങ്ങോട്ട് വിടുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇരിട്ടിപ്പുഴയുടെ അതിമനോഹരമായ ദൃശ്യം. ഈ പച്ചപ്പ് കാണുന്ന സ്ഥലത്തെല്ലാം വേനൽക്കാലത്ത് ഷട്ടർ അടച്ചാൽ നിറയെ വെള്ളം ഉണ്ടാവും, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ മഴക്കാലത്ത് ഡാം തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിയാലാണ് ഈ പച്ചപ്പ് കാണുന്നത്. മുന്നിൽ അതിമനോഹരമായ ഒരു നാട്ടു ദൃശ്യം നമുക്ക് കാണാം. ഒരേട്ടൻ 3-4 പശുക്കളെയും കൊണ്ടുവരുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കുറച്ച് അടുത്തെത്തുമ്പോൾ ഞാൻ കാണിക്കാം. അതിഗംഭീരമായ ഒരു കാഴ്ച. പ്രകൃതി ഒരുക്കിയ അവിസ്മരണീയമായ ദൃശ്യവിരുന്നാണ് ഈ പ്രദേശമാകെ. നിറയൗവനത്തിന്റെ അങ്കലാവണ്യത്തോടെ നിറഞ്ഞൊഴുകുന്ന ഇരിട്ടിപ്പുഴ. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇടക്കാനം റിവർ വ്യൂ പോയിന്റിലേക്കുള്ള ദൂരം ഇങ്ങനെയാണ്. കണ്ണൂർ ടൗണിൽ നിന്ന് 41 കിലോമീറ്റർ, തലശ്ശേരിയിൽ നിന്ന് 40 കിലോമീറ്ററും ഇരിട്ടി ടൗണിൽ നിന്ന് 4.3 കിലോമീറ്ററും മട്ടന്നൂരിൽ നിന്ന് 16 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ജൽജീവൻ മിഷന്റെ ഭാഗമായിട്ട് പുതുതായി നിർമ്മിച്ച ഒരു പമ്പിംഗ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഒരു ഗംഭീരമാണ് സംഭവം, വലിയ സംഭവമാണ്. ഈ ബോർഡിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. ജൽജീവൻ മിഷൻ എന്നാണ് ഈ പ്രൊജക്റ്റിൻ്റെ പേര്. ഇതിനെക്കൊണ്ട് ഈ ബെനഫിറ്റഡ് വില്ലേജസ് എന്ന് പറയുന്നത് തൃപ്പങ്ങോട്ടൂര്, പുത്തൂര്, കൊളവല്ലൂര്, ചൊക്ലി, ന്യൂമാഹി, മാങ്ങാട്ടിടം, കണ്ടംകുന്ന്, ഇതൊക്കെയാണ്. ഇവിടേക്ക് എത്തിച്ചേരാൻ ഒരുപാട് വഴികളുണ്ട്. മട്ടന്നൂരിൽ നിന്ന് ഇരിട്ടിയിലേക്കുള്ള വഴിയിൽ കീഴൂർക്കുന്നിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നതാണ് ഒരു റോഡ്. ഇത് കണ്ടോ, ഒരു ബൃഹത് പദ്ധതിയാണ് സംഭവം. വലിയ മോട്ടറൊക്കെ ആയിരിക്കും ഇവിടെ സ്ഥാപിക്കുന്നത്. സൂപ്പർ. ഇതിലേക്ക് അങ്ങോളം നല്ല കൈവരിയുള്ള റോഡ് തന്നെ ഉണ്ട്, കോൺക്രീറ്റ് റോഡ് മാതിരി. അപ്പോൾ ഇതിൻ്റെ സാധന സാമഗ്രികൾ, മെഷീനറി ഒക്കെ വരുമ്പോൾ അങ്ങോളം വണ്ടി പോകേണ്ടി വരും. അതുകൊണ്ട് ആ തരത്തിൽ തന്നെ റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺക്രീറ്റ് പാലം എന്ന് വേണം പറയാം, അല്ലെ റോഡ് എന്ന് പറയാം. ഇരിട്ടിയിലെ കീഴൂരിലുള്ള അമല ഹോസ്പിറ്റലിന് എതിർവശത്തുള്ള റോഡിലൂടെ പോയാലും ഈ സ്വർഗ തുല്യമായ പ്രദേശത്തെത്താം. ഇത് കണ്ടോ, ഇവിടെ ഒരു പോഷക നദി ഇരിട്ടിപ്പുഴയുമായി വന്ന് ചേരുന്നുണ്ട്. തുടക്കത്തിൽ പൊതുവെ ഈ നദികളും പുഴകളും ഒക്കെ ചെറുതായിരിക്കും. പിന്നെ ഇങ്ങനെ ഒട്ടേറെ ചാലുകളും തോടുകളും കൈവഴികളും ഒക്കെ വന്ന് ചേർന്നിട്ടാണ് പുഴ ഇത്രയും വലുതാകുന്നത്. ഇരിട്ടിപ്പുഴയുടെ നല്ല വ്യൂ ഇവിടുന്ന് കിട്ടും. ഈ പാലത്തിൻ്റെ മുകളിൽ കയറിയെന്നാൽ ഇതുണ്ട്, ഇവിടെ മറ്റൊരു പുഴ വന്ന് ചേരുന്നുണ്ട് ഈ പുഴയായിട്ട്. പുഴകൾ ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ കൈവഴികൾ ഇതിനോട് വന്ന് ചേരുകയും ചിലപ്പോൾ ഈ പുഴകൾ കൈവഴികളായി പിരിയുകയും ചെയ്യുന്നു. പുഴയിലേക്ക് വന്നു ചേരുന്ന കൈവഴികളെ പോഷക നദികൾ എന്നാണ് വിളിക്കുക. പിരിഞ്ഞു പോകുന്ന പുഴകളെ കൈവഴികളെന്നും. അപ്പോൾ ഈ പുഴയുടെ രണ്ട് പുഴയുടെ നടുക്കായിട്ടൊരു കൊച്ചു ദ്വീപ് പോലെ കാണാം. ഒരുപാട് നിറയെ മരങ്ങളൊക്കെ ഉള്ള ഒരു ദ്വീപ് പോലെ കാണാം. അങ്ങ് ഒരു ചെറിയ കുന്ന്. എടക്കാനം എന്ന് പറയുന്ന സ്ഥലമാണിത്. എടക്കാനം ഇതിന് കുറച്ചപ്പുറത്താണ്, ഒരു 500 മീറ്റർ അപ്പുറത്താണ് ഇതിൻ്റെ വ്യൂ പോയിന്റ് വരുന്നത്. ഇതാണ് ജൽജീവൻ മിഷന്റെ പുതുതായി സ്ഥാപിക്കുന്ന പമ്പ് ഹൗസ്. നല്ല വലിയ പ്രോജക്റ്റാണ് ഇത് സംഭവം. ആകുലതകളെ ആട്ടിപ്പായിച്ച് മനസ്സിനെ സ്വതന്ത്രമായി പറക്കാൻ വിട്ട് ഒരു യാത്ര. അതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ തീർച്ചയായും ഇവിടേക്ക് വരിക. നല്ല കാറ്റാണ്. എത്രയോ ദിവസത്തിന് ശേഷം ഇന്നാണ് സൂര്യനെ ഒന്ന് പുറത്ത് കണ്ടത്. ആകാശം ഒന്ന് തെളിഞ്ഞു കണ്ട ദിവസം ഇന്നാണ്. പുഴയുടെ മൂളിപ്പാട്ടിന് പറവകളുടെ മറുപാട്ട് കേട്ട് സമയമറിയാതെ അങ്ങനെ നടക്കാൻ ഒരു രസം തന്നെയാണ്. മഴ നനച്ച പ്രകൃതിയുടെ മയക്കുന്ന ഗന്ധം ആസ്വദിച്ചുകൊണ്ട് പുൽമേടിൽ നിന്ന് പുൽമേടിലേക്ക് ഒരു തുമ്പിയെ പോലെ പറക്കാം. ഈ കാഴ്ച നമുക്ക് വേനൽക്കാലത്ത് കിട്ടില്ല. കാരണം അപ്പോൾ ഷട്ടർ ഇട്ട് കഴിഞ്ഞാൽ
ഇതെല്ലാം വെള്ളമായിരിക്കും. ഈ ഭാഗത്തെല്ലാം മൊത്തം വെള്ളമായിരിക്കും. ഈ പച്ചപ്പ് കാണുന്ന സ്ഥലം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കാഴ്ച വേനൽക്കാലത്ത് കിട്ടില്ല എന്നർത്ഥം. മനുഷ്യന് മാത്രമല്ല ആസ്വാദനം ഞങ്ങൾക്കുമുണ്ട് എന്നുള്ള തരത്തിൽ 1-2 ആളുകൾ ഈ സ്ഥലത്ത് വന്നിട്ട് കാണുന്നു. വാല് അരിമുറുക്ക് പോലെ ചുരുട്ടിപ്പിടിച്ചാണ് ഒരുവന്റെ നിൽപ്പ്. എവിടെയെങ്കിലൊക്കെ പോയ പോലെ ഉണ്ട്. അസാധ്യ കാഴ്ച. നമുക്ക് ഇതുപോലുള്ള ചെറു ചെറു സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ചിലവഴിക്കാനുള്ള വകുപ്പൊക്കെ ഈ സ്ഥലത്തുണ്ട്. ഇത്രയും ഗംഭീരമാണ് കാഴ്ചകൾ. അതുപോലെ നമ്മൾ വാഹനമൊക്കെ എടുത്ത് വന്ന് ഒരു ഭക്ഷണത്തിൻ്റെ അതിലെടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു സ്ഥലമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങൾ തേടി ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോകും. പക്ഷേ നമ്മൾ തൊട്ടടുത്ത് ഇതുപോലുള്ള ഒരു സ്ഥലം നമുക്കറിയില്ല. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ വരണം, കാണണം, അതിഗംഭീരമാണ്. പക്ഷേ പറയാനുള്ളത് ഇവിടെയുള്ള പരിസരവാസികളുടെ സ്വൈര്യ ജീവിതത്തെ അലങ്കോലപ്പെടുത്താൻ പാടില്ല. അത്രേ പറയാനുള്ളൂ. വരുന്നുണ്ടല്ലേ? ഞാൻ പാതിരിയാട്, പടുവിലായി പാതിരിയാട്, കൂത്തുപറമ്പിനപ്പുറം. ഇങ്ങനെ ഇത് കേട്ടറിഞ്ഞിട്ട് വന്നായിരിക്കും അല്ലേ? ഉണ്ടല്ലേ? ആ സ്ഥലം എവിടെയാ? സ്ഥലം ശ്രീകണ്ഠാപുരം. ഓക്കെ. ഇടയ്ക്ക് വരുന്നതായിരിക്കും അല്ലേ? ഗംഭീര വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. നമ്മൾ ഇടുക്കിയിലും അതുപോലെ ഉള്ള ഇടുക്കി പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെന്നാൽ കാണുന്ന, അല്ലെ തേക്കടിയിലൊക്കെ ചെന്നാൽ കാണുന്ന അത്രയും മനോഹരമായ ദൃശ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ വരണം, കാണണം. ഒരു ദിവസത്തെ ഒരു ഔട്ടിങ്ങിന് ഇവിടെ വന്നാൽ നല്ല ഗംഭീരമായിരിക്കും. സാധാരണ ഇതിൻ്റെ ഉള്ളിലേക്ക് വാഹനങ്ങളെ കടക്കാൻ അനുവദിക്കാറുണ്ട്. 2 ദിവസം മുമ്പ് എന്തോ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നതുകൊണ്ട് നാട്ടുകാർ ഇപ്പോൾ വണ്ടി ഉള്ളിലേക്ക് വിടുന്നില്ല. ആ വഴിയൊക്കെ അടച്ചു കെട്ടിയിരിക്കുകയാണ്. ഇത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ സ്വഭാവശീലങ്ങളിൽ നമ്മളൊരു മിതത്വം പാലിക്കണം, ഒരു നിയന്ത്രണം പാലിക്കണം. വെള്ളം കെട്ടിക്കിടക്കുന്നതും പച്ച നിറത്തിൽ കാണുന്നതുമായ ഭാഗങ്ങളെല്ലാം പഴശ്ശി ഡാമിൻ്റെ സംഭരണ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് ഒരിക്കലും നമുക്ക് ഈ ഭാഗത്ത് എത്തിപ്പെടാൻ സാധിക്കുകയില്ല. ഡാമിന് സമാനമായ വെള്ളക്കെട്ടായിരിക്കും ഇവിടെയൊക്കെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുകൂടാതെ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്തേക്കണേ. മറ്റു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.